Hello students, welcome to this channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മൊഡ്യൂൾ 1, അതായത് ഫണ്ടമെൻ്റൽസ് ഓഫ് ലോജിക്കിലെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഞാനൊരു 4 or 5 ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നേരത്തെ മാത്രമായിട്ട് നേരത്തെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് നോക്കാം. അതായത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് മോഡ്യൂൾ ഒന്ന് റിവൈസ് ചെയ്യുവാണ് നമ്മൾ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഷോ ദാറ്റ് പി കൺജങ്ഷൻ ക്യൂ ഡിസ്റ്റങ്ഷൻ ആർ ആൻഡ് പി കൺജങ്ഷൻ ക്യൂ ഡിസ്റ്റങ്ഷൻ പി കൺജങ്ഷൻ ആർ ഓർ ഈക്വലൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ. നമുക്കിതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പോൾ ഈക്വലൻറ്റ് എന്ന് പറയുമ്പോൾ കൺജങ്ഷൻ ഡിസ്റ്റങ്ഷൻ ഇതെന്താണെന്ന് നമുക്കിതിൽ നോക്കാം. അപ്പോൾ കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഇതാണ്. ഡിസ്റ്റങ്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വി ഷേപ്പിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഡിസ്റ്റങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ അതായത് ബോത്ത് ഫോൾസ് ആണെങ്കിൽ മാത്രമേ ഫോൾസ് ആവുള്ളൂ. അതായത് ബോത്ത് ഫോൾസ് എന്ന് പറയുമ്പോൾ എഫ് ആണ് വരുന്നതെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും, ബാക്കി എല്ലായിടത്തും ട്രൂ ആയിരിക്കും. അതേസമയം ഡിസ്റ്റങ്ഷനാണ്. ഇനി കൺജങ്ഷൻ ആണെങ്കിൽ എന്താണ്, ബോത്ത് ട്രൂ ആണെങ്കിൽ ട്രൂ ആൻഡ് ഐദർ ഓർ എന്ന് പറയുമ്പോൾ ട്രൂ ആൻഡ് ഫോൾസ് ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ്. അപ്പം നമുക്ക് ആദ്യം പി ക്യു ആർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ, ഇതൊരു കോൺസെപ്റ്റായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ടി ആദ്യം 4 ടി ഇടുക, എന്നിട്ട് 4 എഫ് ഇടുക. അത് കഴിഞ്ഞിട്ട് 2T 2T 2F, അത് കഴിഞ്ഞ് 2T 2F, പിന്നെ 1T 1F, അത് കഴിഞ്ഞ് 1T 1F, TF അങ്ങനെ കൊടുക്കാം. So it will be very easier to understand. First of all, we want to show that the question is P conjunction Q disjunction R is equivalent to P conjunction Q disjunction P conjunction R. So there are two methods to solve this, and also it is not mentioned here any of the method. ഏത് മെത്തേഡാണ് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഈക്വലൻ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പി കൺജങ്ഷൻ ക്യൂ ഡിസ്റ്റങ്ഷൻ ആർ അത് എന്ന് പറഞ്ഞ് തരുമ്പോൾ ഈക്വലൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് ട്രൂത്ത് ടേബിൾ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ അത് ഈക്വലൻസി നമുക്ക് അങ്ങനെ കാണിക്കാം, ട്രൂത്ത് ടേബിൾ വെച്ച് കാണിക്കാം. അത് അല്ലെങ്കിൽ ഇനി ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലോജിക്കൽ ഈക്വലൻസ് കണ്ടീഷൻ വെച്ചിട്ടും ചെയ്യാം. പക്ഷേ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ട്രൂത്ത് ടേബിൾ ആയിരിക്കും, കാരണം അതുകൂടെ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നത് ട്രൂത്ത് ടേബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ട്രൂത്ത് ടേബിളിൻ്റെ പി ക്യു ആർ, അപ്പോൾ 3 വാല്യൂസ് ആണ് നമുക്ക് വരുന്നത്, അതായത് പി ക്യു ആർ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലി 8 റോസ് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലെ കാൽക്കുലേഷൻ, അതായത് പി കൺജങ്ഷൻ ക്യൂ ഡിസ്റ്റങ്ഷൻ ആർ ആണ് നമുക്ക് വേണ്ടത്. ആദ്യം ക്യൂ ഡിസ്റ്റങ്ഷൻ ആർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്യൂ ഡിസ്റ്റങ്ഷൻ ആർ ആവുമ്പോൾ ഐദർ ഓർ ടി ആവുമ്പോൾ ടി എഫ് ആണെങ്കിൽ ടി ആണെങ്കിൽ എഫ് വന്നാൽ മാത്രമേ എഫ് വരത്തുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ടി വരുന്നുണ്ട്, സോ ഇറ്റ് ഇസ് ടി എഫ് ആണെങ്കിൽ എഫ് ഓർ ടി, അപ്പോൾ ടി ആണ്. എഫ് ആണ് വരുന്നതെങ്കിൽ ഫോൾസ്. ഇനി പി കൺജങ്ഷൻ ക്യൂ ഡിസ്റ്റങ്ഷൻ ആർ എടുക്കുക. അപ്പോൾ അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, പി കൺജങ്ഷൻ ക്യൂ ഡിസ്റ്റങ്ഷൻ ആർ ആണ്. അപ്പോൾ കൺജങ്ഷൻ ആവുമ്പോൾ ഈ കോളത്തിന്, ഫസ്റ്റ് കോളത്തിന് 4th കോളത്തിന് നമ്മൾ എടുക്കണം. അപ്പോൾ എന്താണ് ടി ആവുമ്പോൾ എന്താണ്, ടി ആണ്, വീണ്ടും ടി ആൻഡ് ടി ട്രൂ ആണ്, ടി ആൻഡ് ടി അപ്പോൾ ട്രൂ ആണ്. ടി ആൻഡ് എഫ് ആണ് വരുന്നത്, അപ്പോൾ ഫോൾസ്. ഇനി അടുത്ത് എഫ് ആൻഡ് ടി ഫോൾസ് ആണ്, എഫ് ആൻഡ് ടി ഫോൾസ്, ഇവിടെ എഫ് ഇവിടെ ടി അപ്പോൾ ഫോൾസ്. എഫ് ആൻഡ് എഫ് അതും ഫോൾസ്. അങ്ങനെ നമുക്ക് കിട്ടിയ ഈ ഒരു LHSൻ്റെ ആൻസർ ഞാൻ ഈ 1 എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുവാണ്. ഇനി പി കൺജങ്ഷൻ ക്യൂ ആവുമ്പോൾ ഫസ്റ്റ് 2 കോളത്തിൻ്റെ എടുക്കുക. അതേപോലെ തന്നെ ടി ആണെങ്കിൽ ഇവിടെ ടി ആണെങ്കിൽ ഇവിടെയും ടി എഫ് ആണെങ്കിൽ എഫ് ആണെങ്കിൽ വീണ്ടും എഫ്, അതേപോലെ തന്നെ എഫ് ടി ആണെങ്കിൽ എഫ്. അടുത്തത് എല്ലാം നോക്കിക്കേ, എഫ് ടി എഫ് എഫ് അതെല്ലാം ഫോൾസ് ആണ്. അടുത്തത് പി കൺജങ്ഷൻ ആർ, നെക്സ്റ്റ് 1. അപ്പോൾ നെക്സ്റ്റ് കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളത്തിന് 3rd കോളത്തിനും എടുക്കുക. അപ്പോൾ ടി ആവുമ്പോൾ എന്താണ്, ടി ആണ്, ടി ആൻഡ് എഫ് അപ്പോൾ എഫ് ആണ്. ടി ആൻഡ് ടി ആണ്, ടി ആൻഡ് എഫ് ഫോൾസ്. അങ്ങനെ അടുത്ത എഫ് ആൻഡ് ടി
F and F എല്ലാം ഫോൾസ് ആണ്. സോ നൗ P കൺജങ്ഷൻ Q ഡിസ്റ്റങ്ഷൻ P കൺജങ്ഷൻ R, ഇത് രണ്ടിൻ്റെയും ഡിസ്റ്റങ്ഷൻ എടുക്കുക. ഡിസ്റ്റങ്ഷൻ എടുക്കുമ്പോൾ എന്താണ് വരേണ്ടത്? ബോത്ത് ഫോൾസ് ആണെങ്കിൽ മാത്രം ഫോൾസ്. അപ്പോൾ ബോത്ത് ഫോൾസ് വരുന്നത് ഇവിടെ വരുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്, ഇത് എല്ലാം ഫോൾസ് ആണ്. അപ്പോൾ 3 ട്രൂ വരുന്നുണ്ട്, ബാക്കിയെല്ലാം ഫോൾസ്. ഇവിടെ നോക്കിക്കേ 3 T വരുന്നുണ്ട്, ബാക്കിയെല്ലാം ഫോൾസ്. അപ്പോൾ ഇതിനെ 2 എന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് ഫ്രം 1 and 2 we can say that P conjunction Q disjunction R and P conjunction Q disjunction P conjunction R are identical, which means that they are equivalent. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് വി ഹാവ് ടു ഷോ ദാറ്റ് P biconditional Q, അതായത് P biconditional Q and P implies Q conjunction Q implies P or equivalent. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരുമ്പോൾ അതിൽ P Q R ആയതുകൊണ്ട് 8 റോസ് വന്നായിരുന്നു. ഇവിടെ P ആൻഡ് Q ആണ് വരുന്നതെങ്കിൽ യു വിൽ ബി ഹാവിങ് 4 റോസ്. അപ്പോൾ T ഏതൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്? ആദ്യം 2T 2F, പിന്നെ 1T 1F 1T 1F, ഇങ്ങനെ എഴുതാം. ഇനി ബൈ കണ്ടീഷണൽ ആകുമ്പോൾ ബൈ കണ്ടീഷണൽ ഡെഫിനേഷൻ അനുസരിച്ച് ബോത്ത് ട്രൂ ആണെങ്കിൽ, ബോത്ത് ടി ആണ് വരുന്നതെങ്കിൽ ടി, ബോത്ത് ഫോൾസ് ആണ് വരുന്നതെങ്കിൽ ട്രൂ ആണ്. അതേ ഐദർ ഓർ വരുന്നതെങ്കിൽ ടി എഫ് വന്നാലോ എഫ് ടി വന്നാലോ ഇറ്റ് ഈസ് ഫോൾസ്. ഇതിപ്പോൾ ഇങ്ങനെ ഓർക്കുക. അപ്പോൾ നമുക്കിവിടെ ടി ബൈ കണ്ടീഷണൽ നോക്കുമ്പോൾ ടി വരുന്നതും എഫ് വരുന്നതും ട്രൂ, ബാക്കി രണ്ടിടത്തും എന്താണ്? ഫോൾസ്. P implies Q അടുത്തത്. അപ്പോൾ P implies Q എന്ന് പറയുമ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ എന്താ? ഇഫ് P is true, P true, Q false. P is true and Q is false, then P implies Q is false. അതാണ് ഓർക്കേണ്ടത്. P true, Q false, then P implies Q is false. Then all the other cases will be true. Similarly, Q implies P. What is Q implies P? If Q is true and P is false, then Q implies P will be false. Remember that. So that P is true and Q is false means P implies Q implies P is false. So that now you have to find out the conjunction for these two. അപ്പോൾ ഈ P biconditional Qനെ 1 എന്ന് വയ്ക്കുക, ഇനി ലാസ്റ്റ് കോളത്തിന് 2 എന്ന് വയ്ക്കുക. അപ്പോൾ P implies Q കൺജങ്ഷൻ Q implies P. അതെന്താണ്? നമ്മളിവിടെ നോക്കുമ്പോൾ ഇത് രണ്ടിൻ്റെ കൺജങ്ഷൻ. അപ്പോൾ ബോത്ത് ട്രൂ ആണെങ്കിൽ ട്രൂ, എഫ് ആൻഡ് ടി, അപ്പോൾ എഫ്, ടി ആൻഡ് എഫ്, എഫ്, ടി ആൻഡ് ടി, അപ്പോൾ ടി. അപ്പോൾ നമുക്ക് ഈ രണ്ട് കോളം നോക്കിക്കുക, രണ്ടും ഒരുപോലത്തെ ആൻസർ വരുന്നുണ്ടല്ലോ. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദീസ് ആർ ഈക്വലൻറ്റ്. ദിസ് ഇസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ, അതായത് ഈ ടോപ്പിക് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുവാണ്. നോട്ട് ഓൺലി ദിസ് പാർട്ട്, ഇനിയും റിവിഷൻ ക്വസ്റ്റ്യൻസ് ഈ മോഡ്യൂളിൽ നിന്ന് ഞാൻ പോസ്റ്റ് ചെയ്യും. സോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻവെസ്റ്റിഗേറ്റ് ദ റൂൾസ് ഓഫ് ഇൻഫറൻസ്. വാട്ട് ഈസ് ദ റൂൾസ് ഓഫ് ഇൻഫറൻസ് ബേസിസ് ഓഫ് ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ്സ്? ഇതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൽ ഞാനൊരു 2 ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. ആ 2 ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. So in this we have taken first, it is below freezing now. So it is either below freezing or raining now. This is the condition here. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? It is below freezing now or എന്താ കൊടുത്തിരിക്കുന്നത്? So it is either below freezing or raining now. നമുക്കിപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. See here, it is below freezing now എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇതിൽ അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് പിന്നെ കൺക്ലൂഷനാണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഐദർ, അപ്പോൾ അത് കൺക്ലൂഷനാണ്. സോ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞ് തരുമ്പോൾ അത് കൺക്ലൂഷനാണേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇതിൽ ഇറ്റ് ഈസ് ബിലോ ഫ്രീസിങ് നൗ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്, പിന്നെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കിടപ്പുണ്ട്, ഇറ്റ് ഈസ് ആൻഡ് ഇസ് റെയിനിങ് നൗ എന്ന് പറഞ്ഞിട്ട്, ഓർ ഇറ്റ് ഈസ് റെയിനിങ് നൗ. അപ്പോൾ നമ്മൾ
നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ക്യൂ എന്നെടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് പി, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് റെയിനിങ് നൗ എന്ന് പറഞ്ഞതിന് ക്യൂ എന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് നൊട്ടേഷൻസ്, നമുക്ക് രണ്ട് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ നൊട്ടേഷൻസ് കൊടുക്കാം. സോ ഗിവൺ ഹിയർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എന്താണ്? ഇറ്റ് ഈസ് ബിലോ ഫ്രീസിങ്. അപ്പോൾ പി, അടുത്തത് കൺക്ലൂഷൻ. അപ്പോൾ കൺക്ലൂഷൻ ആകുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് കൺക്ലൂഷൻ എഴുതുമ്പോൾ എപ്പോഴും നിങ്ങൾ therefore സിമ്പൽ വയ്ക്കുക. therefore it is raining, എന്താ കൊടുത്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ബിലോ ഫ്രീസിങ് നൗ ഓർ ഇറ്റ് ഈസ് റെയിനിങ്. അപ്പോൾ അവിടെ ഒരു കണക്റ്റീവ് വേർഡ് ഓർ കിടപ്പുണ്ട്. ഓർ denotes the disjunction. സോ എന്താണ്? വിച്ച് മീൻസ് ദാറ്റ് പി ഇറ്റ് ഈസ് ബിലോ ഫ്രീസിങ് നൗ ഓർ ഇറ്റ് ഈസ് റെയിനിങ് നൗ. അപ്പോൾ പി ഡിസ്ജങ്ഷൻ ക്യൂ, വിച്ച് മീൻസ് ദാറ്റ് പി ഇംപ്ലൈസ് പി ഡിസ്ജങ്ഷൻ ക്യൂ ആണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? അപ്പോൾ ഇതിൽ തന്നെ പി ഇംപ്ലൈസ് പി ഡിസ്ജങ്ഷൻ ക്യൂ. അപ്പോൾ റൂൾസ് ഓഫ് ഇൻഫറൻസിൽ കുറച്ച് ലോസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ റൂൾസ് ഓഫ് ഇൻഫറൻസിൽ ഇത് ഏത് ലോ ബേസിസ് ആണ് വരുന്നത്, ഇത് ഏത് റൂളിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഗിവൺ എ ടേബിൾ. ഇറ്റ് ഈസ് റൂൾ ഓഫ് disjunctive amplification. റൂൾ ഓഫ് ഡിസ്ജങ്ക്റ്റീവ് ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഇത് ഒരു രീതിയിൽ, അതായത് റൂൾ ഓഫ് ഡിസ്ജങ്ക്റ്റീവ് ആംപ്ലിഫിക്കേഷൻ അല്ല എങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ അഡീഷൻ റൂൾ. അപ്പോൾ ഓർ എന്ന സിമ്പൽ ഡിസ്ജങ്ക്റ്റീവ് സിമ്പലാണ്, അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ളത് അഡീഷൻ അല്ലേ? അപ്പോൾ ഈ അഡീഷൻ എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഓർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് അഡീഷൻ റൂൾ ഓർ അതർവൈസ് ഇറ്റ് ഈസ് നോൺ എസ് റൂൾ ഓഫ് ഡിസ്ജങ്ക്റ്റീവ് ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഇത് ഏത് റൂൾസ് ഓഫ് ഇൻഫറൻസ് ആണ്? ഇറ്റ് ഈസ് റൂൾ ഓഫ് ഡിസ്ജങ്ക്റ്റീവ് ആംപ്ലിഫിക്കേഷൻ. നൗ വി ഷാൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അതിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ, അതായത് തേർഡിലെ രണ്ടാമത്തെ പാർട്ട്, നമുക്കിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അതിൽ തന്നെ സെക്കൻഡ് പാർട്ട് നോക്കാം. അതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ബിലോ ഫ്രീസിങ് നൗ, സോ ഇറ്റ് is below freezing now and raining. Now it is below freezing and raining. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. It is below freezing now and raining now, so it is below ഫ്രീസിങ് നൗ. ഇതാണ് ക്വസ്റ്റ്യൻ അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഈസ് ബിലോ ഫ്രീസിങ് നൗ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പി, ഇറ്റ് ഈസ് റെയിനിങ് നൗ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്യൂ എന്ന രണ്ട് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ആൻഡ് എന്ന ഒരു കണക്റ്റീവ് വേർഡ് വരുന്നുണ്ട്. ആൻഡ് ഡിനോട്ട്സ്, ഇവിടെ എന്താണ് നമ്മളിവിടെ പറയുന്ന ആ കണക്റ്റീവ് വേർഡ്? ആൻഡ് ഡിനോട്ട്സ് ദ കൺജങ്ഷൻ. സോ കൺജങ്ഷൻ ആവുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും സ്റ്റേറ്റ്മെൻറ്റ്? ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും എന്തായിരിക്കും? പി കൺജങ്ഷൻ ക്യൂ, therefore it is below. അപ്പോൾ കൺക്ലൂഷൻ ഒരു വര വരയ്ക്കുക. therefore the conclusion നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? it is p. അപ്പോൾ therefore p ആണ്. it is below freezing now, so therefore ഇത് ഏത് റൂൾ ആയിരിക്കും? this argument uses rule of conjunctive simplification. നേരത്തെ ഉള്ളത് rule of disjunctive amplification, ഇത് rule of conjunctive simplification. സോ ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന റൂൾ. നേരത്തെ ഉള്ളത്, അതായത് ഫസ്റ്റ് പാർട്ട് ഡിസ്ജങ്ക്റ്റീവ് ആംപ്ലിഫിക്കേഷൻ, ഇതിൽ സെക്കൻഡ് പാർട്ട് വരുന്നത് കൺജങ്ക്റ്റീവ് സിംപ്ലിഫിക്കേഷൻ ഓർ അതർവൈസ് ഇറ്റ് യൂസസ് ദ റൂൾ ഓഫ് സിംപ്ലിഫിക്കേഷൻ റൂൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇപ്പോൾ തേർഡ് പാർട്ട് കഴിഞ്ഞു. തേർഡ് പാർട്ടിൽ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് തന്നു, അതിൻ്റെ ആർഗ്യുമെൻറ്റ്സിൻ്റെ വാലിഡിറ്റി, അതായത് ആർഗ്യുമെൻറ്റ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇനിയിപ്പോൾ ആർഗ്യുമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഇതിൻ്റെ വാലിഡിറ്റി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ എന്താണ്? ഇതാണ്, ഇൻവെസ്റ്റിഗേറ്റ് ദ വാലിഡിറ്റി ഓഫ് ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ്. പി ഇംപ്ലൈസ് ക്യൂ, R implies negation Q. So therefore what is the conclusion? P implies negation R. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് ആണോ? യു ഹാവ് ടു ചെക്ക് വെദർ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് വാലിഡ് ഓർ നോട്ട്. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ യു ഹാവ് ടു ഡു ഹിയർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ്. ലെറ്റ് us write the given statement. Given
P implies Q. So therefore one more statement is there, R implies negation Q. So we know that there is a contrapositive law. What is contrapositive law? Contrapositive law എന്ന് പറയുന്നത് R implies negation Q എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? contrapositive എന്ന് പറയുമ്പോൾ you can rewrite this as Q implies negation. It is equivalent to Q implies negation R. You can write like this also. Is equivalent to Q implies negation R. R implies negation Q means Q implies negation R. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അപ്ലൈ ചെയ്യാം. സോ ഹൗ വിൽ യു അപ്ലൈ ദിസ് ഹിയർ? ഇവിടെ നമുക്ക് എന്താണ് അത് ഉപയോഗിച്ചിട്ട്, അതായത് ഇവിടെ നമുക്ക് Q implies negation R എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ മാറുന്നു? P implies Q, നെക്സ്റ്റ് വൺ ഇസ് Q implies R. അപ്പോൾ റൂൾ ഓഫ്, അതായത് ലോ ഓഫ് സില്ലോജിസം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. P implies Q, Q implies R, therefore what is the conclusion? P implies R is the law of syllogism. So here P implies Q, Q implies R ന് പകരം നമുക്കിവിടെ negation R. അപ്പോൾ law of syllogism വെച്ചിട്ട് എങ്ങനെ എഴുതാം? P implies negation R. So therefore you are getting this answer conclusion as P implies negation R, which means that the argument is valid. Now the next question. So represent and investigate the validity of the following argument. So ഇതിൻ്റെ വാലിഡിറ്റി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ either Puneet is not guilty or Pankaj is telling the truth. This is the statement. Then one more statement is there. Pankaj is not telling the truth. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുനീത് ഈസ് നോട്ട് ഗിൽറ്റി. അങ്ങനെ നമ്മുടെ കയ്യിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വാലിഡിറ്റി എന്താണ്, ഈ ആർഗ്യുമെൻറ്റ്സിൻ്റെ വാലിഡിറ്റി നമുക്കിപ്പോൾ ചെക്ക് ചെയ്യണം. നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നത് ആർഗ്യുമെൻറ്റ്സ് തന്നിട്ട് നമ്മൾ അതിന്, അതായത് PQR എന്ന് മാത്രം തന്നിട്ട് അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് അതിൻ്റെ വാലിഡിറ്റി ക്രോസ് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. സോ ലെറ്റ് us മൂവ് ഓൺ ടു ദ ആൻസർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. എന്താണ്? ഐദർ പുനീത് ഈസ് നോട്ട് ഗിൽറ്റി ഓർ പങ്കജ് ഈസ് ടെല്ലിങ് ദ ട്രൂത്ത്. ഇനി ഒരെണ്ണം പങ്കജ് ഈസ് നോട്ട് ടെല്ലിങ് ദ ട്രൂത്ത്. അപ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പങ്കജ് ഈസ് നോട്ട് ടെല്ലിങ് ദ ട്രൂത്ത് എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ എവിടെയും വരുന്നില്ല. പുനീത് ഈസ് നോട്ട് ഗിൽറ്റി എന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗേഷൻ ഇവിടെ എവിടെയും വരുന്നില്ല. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതേ തന്നെ വരുന്നുണ്ട്. ലാസ്റ്റ് ഫൈനൽ ആൻസർ പുനീത് ഈസ് നോട്ട് ഗിൽറ്റി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതും? P disjunction, അതായത് ഐദർ പുനീത് ഈസ് നോട്ട് ഗിൽറ്റി ഓർ എന്ന വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിസ്ജങ്ഷൻ, കണക്റ്റീവ് വേർഡ് ഡിസ്ജങ്ഷൻ. അപ്പോൾ ഐദർ പുനീത് ഈസ് നോട്ട് ഗിൽറ്റി ഓർ പങ്കജ് ഈസ് ടെല്ലിങ് ദ ട്രൂത്ത്. അപ്പോൾ P disjunction Q. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? പങ്കജ് ഈസ് നോട്ട് ടെല്ലിങ് ദ ട്രൂത്ത്. അപ്പോൾ നെഗേഷൻ Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം? പങ്കജ് ഈസ് നോട്ട് telling the truth. So therefore ഇവിടെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഒന്ന് Puneet is not guilty or Pankaj is telling the truth. Then one more statement is there. Pankaj is not telling the truth. But that is known as negation Q. So therefore conclusion is there. What is the conclusion given here? The Puneet is not guilty. Therefore P, which means that ഇത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? This denotes the disjunctive syllogism. ഇത് ഏത് റൂൾസിലുള്ളത് എന്ന് ചോദിച്ചാൽ റൂൾസ് എല്ലാം കാണാതെ പഠിക്കുക, എങ്കിൽ മാത്രമേ ഇത് എഴുതാൻ പറ്റൂ. So this denotes the rule of disjunctive syllogism. Therefore the argument, അപ്പോൾ റൂൾസ് നേരത്തെ നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. Therefore the argument is valid. ഇനി ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഈ റൂൾസ് ഓഫ് ഇൻഫറൻസ് എന്തിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ PQR എന്ന് പറഞ്ഞ 3 സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ നമ്മൾ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യും. പക്ഷേ 3ൽ കൂടുതൽ വേരിയബിൾസ് വന്നാൽ PQRST എന്ന് പറഞ്ഞ് ഒരുപാട് വേരിയബിൾസ് വരുമ്പോൾ നമുക്ക് ട്രൂത്ത് ടേബിൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ
we have to depend on some another conditions, which means that we have to apply rules of inference. In this rules of inference, some predefined conditions are there. If you learn all those predefined conditions, we can do the problems very easily in a simple way, other than this truth table. Truth table ne kaattilum eluppathil namakku rules of inference vechi aa statements inde calculations pettannu cheyidedukkam. appo adinu nammal അറിഞ്ഞിരിക്കേണ്ടത് ഈ റൂൾസ് എല്ലാമാണ്. റൂൾസ് എല്ലാം നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. സോ നൗ let's move on to the next question. This is the last question. Show that the validity of the following argument. So if Gora gets job, this is one of the statement, and works hard, another statement, then he will be promoted, this is another statement. അപ്പോൾ എത്ര സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ടെന്ന് നോക്കിക്കോളൂ. If Gora gets promotion, then he will be happy. അപ്പോൾ there is another statement. Promoted, promotion, ഇത് രണ്ടും ഒരേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. So these two are same. Okay, then he will be happy. അപ്പോൾ how many statements? 1, this is 2, this is 3, or ഇത് രണ്ടും ഒന്നാണ്, അപ്പോൾ നമുക്ക് 3, this is 4. So we are having 4 statements. If Gora gets job and works hard. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം? പി ക്യു ആർ എസ്. നമുക്ക് 4 നൊട്ടേഷൻസ് വേണം. സോ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് പി ക്യു ആർ എസ്. ലെറ്റ് പി ഡിനോട്ട്സ് Gora gets the job. Next, Q denotes Gora works hard. Next, R. So let us take Gora gets promotion. Next, last statement, let us take S to be Gora will be happy. Now, what is the statement given here? The given argument. What is the statement? If Gora gets the job and works hard, and means denotes the connective word conjunction. So if Gora gets job and works hard, which means that this is first one, this is second one, this is third one, and this is fourth one. So here നമുക്ക് ഇത് എങ്ങനെ എടുക്കാം? 1 and 2 ആണ്. അപ്പോൾ P conjunction Q ആണല്ലോ. ദെൻ ഹി വിൽ ബി പ്രൊമോട്ടഡ്. ഇഫ് ദെൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇഫ് ദെൻ എന്ന കണക്റ്റീവ് വേർഡ് ഇവിടെ വരുന്നുണ്ട്. അതായത് ഇത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്ന ഫോർമാറ്റ്. അപ്പോൾ നമുക്കിവിടെ പി ഇംപ്ലൈസ് ക്യൂ അല്ല, പി കൺജങ്ഷൻ ക്യൂ ഇംപ്ലൈസ് R. We have to write like this. Next one. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് Gora gets promotion, if Gora gets promotion, then he will be happy. Gora gets promotion means R. അതും കണ്ടീഷണൽ. ഇഫ് ദെൻ ആകുമ്പോൾ എന്താണ്? ഇഫ് ദെൻ കണക്റ്റീവ് വേർഡ്. ഇഫ് ദെൻ കണക്റ്റീവ് വേർഡ് ആകുമ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ആർ ഇംപ്ലൈസ് വിൽ ബി ഹാപ്പി എന്ന് പറയുമ്പോൾ യെസ്. സോ ആർ ഇംപ്ലൈസ് യെസ്. നെക്സ്റ്റ് വൺ, therefore വരുമ്പോൾ അതെന്താണ്? കൺക്ലൂഷൻ. വാട്ട് ഇസ് ദ കൺക്ലൂഷൻ? either he will not get the job or he will not work hard. not എന്ന് പറയുമ്പോൾ he will get job എന്ന് പറയുമ്പോൾ എന്താണ്? P. അപ്പോൾ നോട്ട് ഗെറ്റ് ജോബ് എന്ന് പറയുമ്പോൾ നെഗേഷൻ പി. ഐദർ ഹീ വിൽ നോട്ട് ഗെറ്റ് ദ ജോബ് ഓർ എന്ന് പറയുമ്പോൾ എന്താണ്? കണക്റ്റീവ് വേർഡ് ഡിസ്റ്റങ്ഷൻ. സോ നെഗേഷൻ പി, ഡിസ്റ്റങ്ഷൻ നെഗേഷൻ ക്യൂ. നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദാ ഇവിടെ നോക്കിയേ, പി കൺജങ്ഷൻ ക്യൂ ഇംപ്ലൈസ് ആർ ഇംപ്ലൈസ് യെസ്. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി അവിടെ ഉണ്ട്. അതെന്താണ്? വാട്ട് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ഹിയർ? ഇതാണ് നമ്മളിവിടെ കൊണ്ടുവരേണ്ടത്. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഇടയ്ക്കുണ്ടല്ലോ, അത് ഏതാണ്? ഇഫ് Gora ഗെറ്റ്സ് പ്രൊമോഷൻ ദെൻ ഹി വിൽ ബി ഹാപ്പി. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിട്ടുപോയി. ഹി വിൽ നോട്ട് ബി ഹാപ്പി. ഹി വിൽ നോട്ട് ബി ഹാപ്പി എന്ന് പറയുമ്പോൾ എന്താണ്? ഹി വിൽ ബി ഹാപ്പി എന്ന് പറയുമ്പോൾ എസ് ആണ്. അപ്പോൾ ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഇടയ്ക്കുണ്ട്, നെഗേഷൻ എസ്. നമ്മൾ കൊണ്ടുവരേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വി ഹാവ് ടു ഷോ ദാറ്റ് നെഗേഷൻ പി ഡിസ്റ്റങ്ഷൻ നെഗേഷൻ ക്യൂ ആണ് നമ്മൾ കൊണ്ടുവരേണ്ട ആൻസർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. പി ഇത് രണ്ടും എടുക്കാം. നമുക്ക് ഫസ്റ്റ് രണ്ടും എടുക്കാം. പി കൺജങ്ഷൻ ക്യൂ ഇംപ്ലൈസ് ആർ ഇംപ്ലൈസ് എസ്. ഇത് കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ലോ ഓഫ് സിലോജിസം എന്താണ്? പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആർ, therefore പി ഇംപ്ലൈസ് ആർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക? പി കൺജങ്ഷൻ ക്യൂ ഇംപ്ലൈസ് എസ്. അപ്പോൾ ഏത് റൂളാണ്? ബൈ ദ ലോ ഓഫ് സിലോജിസം. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താണ്? പി കൺജങ്ഷൻ ക്യൂ ഇംപ്ലൈസ് എസ്
ആണല്ലോ ഇപ്പം നമുക്ക് കിട്ടിയ ആൻസർ. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. പി കൺജങ്ഷൻ ക്യൂ ഇംപ്ലൈസ് യെസ് ആൻഡ് നെഗേഷൻ യെസ് എന്ന് പറയുമ്പോൾ മോഡസ് ടോളൻസിൻ്റെ റൂളാണ്. മോഡസ് ടോളൻസിൻ്റെ റൂൾ അനുസരിച്ച് എന്താണ്? ഇറ്റ് ഈസ് നെഗേഷൻ ഓഫ് പി കൺജങ്ഷൻ ക്യൂ. വീണ്ടും നമുക്ക് എന്താണ് ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. ഡി മോർഗൻസ് ലോ എന്താണ്? നെഗേഷൻ ഓഫ് പി കൺജങ്ഷൻ ക്യൂ, നെഗേഷൻ ഓഫ് P conjunction Q is equivalent to negation P disjunction negation Q. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കിവിടെ negation P disjunction negation Q വരുന്നുണ്ട്, which means that either he will not get the job or he will not work hard. അപ്പോൾ negation ആകുമ്പോൾ he will not work hard. ഇപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് വാലിഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹെൻസ് ദ ആർഗ്യുമെൻറ്റ് ഇസ് വാലിഡ്. സോ ദീസ് ആർ സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഐ ഹാവ് സെലക്റ്റഡ് ഫോർ ആസ് എ റിവിഷൻ പാർട്ട്. സോ ഇനിയും വേറെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇനി ഒരു നെക്സ്റ്റ് വീക്കോളം ആകുമ്പോഴത്തേനും ഞാനത് പോസ്റ്റ് ചെയ്യാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓൾസോ നോട്ട്സ് ആയിട്ട് വേണം എന്നുള്ളവർ പലരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നോട്ട്സ് വേണം എന്നുള്ളത്. അപ്പോൾ നോട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ഗിവൺ എ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ അവിടെ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നോട്ട്സ് അവിടെ പോസ്റ്റ് ചെയ്ത് തരാം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി വെരി ഈസിയർ ഫോർ യു ടു ഡൗൺലോഡ് the notes and you can learn from that. Thank you. Hope you could have understood this. Thank you.